സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഇവിടെ ഓരോ മൺതരിയിലും ജീവൻ തുടിക്കുകയാണിന്ന്. പൂർവഗാമികൾ ചോരവീരായി തന്നതിൻ സുഹൃതം, സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. മറ്റാരേക്കാളും സ്നേഹത്തിൻ്റെ ഫിലോസഫിയായി നമുക്ക് മുന്നിൽ അവതരിച്ച യേശുവിൻ്റെ പ്രബോധനങ്ങളാണ് അച്ഛന് പ്രധാനം. തൻ്റെ തൂലികയിലെ അവസാന വാക്കും അവനു വേണ്ടിയാണെന്ന് ഈ വൈദികന് ഉറച്ച ബോധ്യമുണ്ട്. ഇത് വാക്കിൻ്റെ ബലിവേദി. എഴുത്തിൻ്റെ വഴികൾ അനുഭവസമ്പന്നമാകണമെങ്കിൽ ചവിട്ടി നിൽക്കുന്ന മണ്ണിൻ്റെ ഗന്ധമറിയണം. നെച്ചിക്കാട്ടച്ഛനെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിയുമാണ്. പ്രകൃതിയും കാർഷിക വൃത്തിയും അച്ഛന് ഹരമാണ്. വിളവെടുപ്പിൻ്റെ സമ്പന്നത നൽകുന്ന ആത്മീയ അനുഭൂതി വർണ്ണനാതീതമാണ്. ബഹുമാനപ്പെട്ട നെച്ചിക്കാട്ടച്ഛൻ കർഷകരോട് ഒത്തിരിയേറെ സ്നേഹമുള്ള വ്യക്തിയും അതോടൊപ്പം തന്നെ അവരോട് ഒത്തിരിയേറെ പരിഗണനയുള്ള വ്യക്തിയുമാണ്. അച്ഛൻ്റെ ഇടവക സേവനത്തിലെല്ലാം കാർഷിക വൃത്തിയോട് വളരെ വ്യക്തിപരമായിട്ടുള്ളൊരു ബന്ധം നമുക്ക് കാണാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് ഉൽപ്പന്നങ്ങൾ, കുരുമുളക്, അതുപോലെ തന്നെ കാപ്പി തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾ പള്ളിയുടെ വരുമാനത്തിന് വേണ്ടിയിട്ട് കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നതിനും അത് പരിപാലിക്കുന്നതിനും വേണ്ടിയിട്ട് അച്ഛൻ ഒത്തിരിയേറെ അധ്വാനിച്ചിട്ടുണ്ട്. അച്ഛൻ ഇരുന്ന ഇടവകളിലെല്ലാം പള്ളിയുടെ തോട്ടങ്ങളെല്ലാം മനോഹരമായിട്ട് അച്ഛൻ പരിപാലിക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ പച്ചക്കറി കൃഷിയോട്, പ്രത്യേകിച്ച് പപ്പായ അച്ഛൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കൃഷിയായിരുന്നു. എല്ലാ ഇടവകളിലും അച്ഛൻ പപ്പായ കൃഷി ചെയ്യുമായിരുന്നു. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും പച്ചക്കറികളും കഴിക്കുന്ന അല്ലെങ്കിൽ അത് ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുന്ന ഒരു പ്രത്യേക രീതി അച്ഛൻ അവലംബിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ജീവിതവും ഭക്ഷണക്രമവും ഈ പ്രകൃതിയോട് ബന്ധപ്പെട്ടാണ് നിന്നിരുന്നത്. ഞാൻ ചെറുപ്പം മുതലേ കൃഷി ചെയ്ത് വളർന്നയാളാണ്. 1963 ഞാൻ പൗരോഹിത്യം സ്വീകരിക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ മരകാവ് പള്ളി വികാരിയായി. അവിടെ അന്ന് ചെന്നപ്പോൾ 5 ഏക്കർ റബ്ബർ വച്ചിട്ടേ ഉള്ളൂ. ആ റബ്ബർ ഞാൻ പരീക്ഷിച്ച് വെട്ടാറായ കാലമായി. അതുകൂടാതെ വേറെ ഒരു 5 ഏക്കർ കൂടി റബ്ബർ തോട്ടം ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. മരകാവിൽ 10 ഏക്കർ റബ്ബർ കൃഷി ചെയ്തു. അതിനുശേഷം അവിടെ നിന്ന് ഞാൻ മുള്ളംകൊല്ലിയിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് പോവുകയാണ് ചെയ്തത്. മുള്ളംകൊല്ലി അന്ന്
കുടിയിറക്കിൻ്റെ ആ ഭീഷണി നിലനിന്നിരുന്ന കാലമാണ്. അതുകൊണ്ട് അവരോടൊപ്പം ഇറങ്ങി പ്രവർത്തിക്കുവാനും അവരെ നയിക്കുവാനും വേണ്ടി വന്ന സമരം ചെയ്യുവാനും അവരെ സംഘടിപ്പിച്ച് കുടിയൊഴിപ്പിക്കലിനെതിരായിട്ട് നീങ്ങാനുമൊക്കെ ശ്രമിച്ചിരുന്നുകൊണ്ട് അവിടെ കാര്യമായ കൃഷികൾ അധികം നടന്നില്ല. അതേസമയം 10-20 ഏക്കർ സ്ഥലം അവിടെ സമ്പാദിച്ചു. പിന്നെ മൈസൂറിലേക്ക് പോയി അവിടെയും റബ്ബർ കൃഷി ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. മൈസൂരിൽ തിരിച്ചു വന്നിട്ട് പാട്ടപ്പാറ ആലക്കോട് വന്നു. അവിടെയും കുറേശ്ശെ കൃഷികൾ നടത്തിക്കൊണ്ടിരുന്നു. മുഖ്യമായിട്ട് അക്കാലത്ത് ഞാൻ ശ്രദ്ധിച്ചിരുന്നത് റബ്ബർ കൃഷി വളർത്തിയെടുക്കാൻ വേണ്ടിയാണ്. തവിഞ്ഞാലി വന്നു കഴിഞ്ഞപ്പോൾ തവിഞ്ഞാലിൻ്റെ സാഹചര്യങ്ങളൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ട് അവിടെ കശുമാവ് വെച്ച് പിടിപ്പിച്ചു, ചെറിയ ചെറിയ തോട്ടങ്ങളുണ്ടാക്കി. അങ്ങനെ 1963 മുതൽ കൃഷി ചെയ്താണ് ഞാൻ വളർന്നത്, ചെയ്യിച്ചത്. പള്ളികളിലൊക്കെ ചെയ്തിരുന്നത്, എല്ലാ പള്ളികളും ചെയ്തിരുന്നത്. കത്തീഡ്രൽ പള്ളി വന്നപ്പോൾ അവിടെയും തരിശുഭൂമിയാണ് അതുകൊണ്ട് അവിടെയും ഏതാണ്ട് 8-10 ഏക്കർ സ്ഥലം കൃഷി ചെയ്തിട്ട് റബ്ബർ വെച്ച് പിടിപ്പിച്ചു. ആ റബ്ബർ ഇന്നും കൂടിയുണ്ട്, വെട്ടാറായിട്ട് തുടങ്ങിയിട്ടുണ്ട്. വയനാടിൻ്റെ ഇതര ഇടവക പ്രദേശങ്ങളിൽ വികാരിയായി സേവനമനുഷ്ഠിച്ചിരുന്ന കാലത്തൊക്കെയും കൃഷി അച്ഛന് ഒഴിവാക്കാനാവാത്ത ഒന്നായിരുന്നു. ഭൂമിയെയും കർഷകന്റെ നൊമ്പരങ്ങളെയും ഈ വൈദികൻ എന്നും മാനിച്ചിരുന്നു. നെറ്റിയിലെ വിയർപ്പാലെ അന്നം നേടാൻ നമ്മെ പഠിപ്പിച്ച യേശുവിൻ്റെ വചനങ്ങൾ ഇവിടെ അന്വർത്ഥമാവുകയാണ്. ഇതാ ചില സാക്ഷ്യങ്ങൾ. ഞാൻ ആദ്യമായി ഒരു ഇടവകയിലേക്ക് ചെല്ലുകയും പിറ്റേ ദിവസം ഞായറാഴ്ച വികാരിച്ചൻ എന്നെ പരിചയപ്പെടുത്തേണ്ട ദിവസം സാധാരണ എല്ലാവരും ഏൽക്കുന്ന ഒരു ടൈമിൽ എണീറ്റ് വാഷ് ചെയ്ത് പുറത്തേക്ക് ഞാൻ വരുമ്പോൾ നേരം വെളുത്തിട്ടില്ല, മഞ്ഞും അതുപോലെയുള്ള കാലാവസ്ഥകളൊക്കെയുള്ള ഒരു കാലഘട്ടം. ആ സമയത്ത് ചുരുട്ടി വെച്ച പാൻറ്റും ഫുൾ കൈൻ ഷർട്ടും വേർത്തൊലിച്ച ശരീരവും ഒരു തൂമ്പയുമായി കടന്നു വരുന്ന ഒരു വൈദികനെയാണ് ആദ്യമേ എൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോഴാണ് അച്ഛനിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു കർഷക സ്നേഹിയെ, ഒരു കർഷക പുത്രനെ, ഒരു കർഷക വൈദികനെ എനിക്ക് അടുത്തറിയുവാനായിട്ട് സാധിച്ചത്. അച്ഛൻ അതിന് മുമ്പിരുന്ന ഇടവകളിലും ആ ഇടവകയിലും അതുപോലെ തന്നെ അതിന് ശേഷം ഇരുന്ന ഇടവകളിലുമൊക്കെ ഇന്ന് ഒരു 10-20 അടി ഉയരത്തിൽ തെങ്ങുകളും പ്ലാവുകളും മാവുകളും ഒക്കെ പൊങ്ങി നിൽക്കുന്നുണ്ട് എങ്കിൽ അത് അച്ഛൻ തന്നെ കുഴിച്ചു വെച്ച് പണിയെടുത്ത് വളർത്തി വലുതാക്കിയതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട നെച്ചിക്കാട്ടച്ചൻ 74-75 വർഷത്തിലിവിടെ വരുന്ന സമയത്ത് കൃഷികാര്യങ്ങൾ തൽപരനായിരുന്നു. കൃഷികാര്യങ്ങളിൽ അപ്പോൾ ഇവിടുത്തെ പള്ളിയുടെ സ്ഥലങ്ങളും ഇടവക്കാരുടെ സ്ഥലങ്ങളൊക്കെ കൃഷിയിൽ പുരോഗമിക്കാൻ വേണ്ടി പുള്ളി കുറേ അധ്വാനം ചെയ്ത ആളാണ്. ഇവിടുത്തെ സ്ഥലത്തെല്ലാം കശുമാവ്, തെങ്ങ് ഇതെല്ലാം വെച്ച് പിടിപ്പിക്കുകയും ഇടവക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ വീട്ടിൽ തെരുവയും ഇതൊക്കെയായിട്ടായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ആ കൃഷികളൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി പിന്നെ കപ്പ കൃഷി ചെയ്യാനും ഭക്ഷ്യയോഗ്യമായ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പുൽപ്പള്ളി ഭാഗത്തൊക്കെ പോയിട്ട് കപ്പത്തണ്ട് കൊണ്ടുവന്ന് വിതരണം ചെയ്ത് അങ്ങനെ ഇവിടെ കൃഷികളിൽ എല്ലാവർക്കും താല്പര്യം ഉണ്ടാകാൻ വേണ്ടി എല്ലാ വീട്ടുകാർക്കും, അതും സ്വന്തം പറമ്പിൽ പണിയെടുക്കുമ്പോൾ അവർക്ക് കൂലിയായിട്ട് ഇവിടെ നിന്ന് ഗോതമ്പ്, എണ്ണ ഇങ്ങനെയൊക്കെ വിതരണം ചെയ്ത് കൊടുക്കുമായിരുന്നു.
1994 ഫാദർ ജോസഫ് നെച്ചിക്കാട്ടച്ചൻ ഈ ഇടവയുടെ ചാർജ് എടുത്ത അന്ന് മുതൽ പള്ളിയുടേതായിട്ടുള്ള ഈ സ്ഥലത്ത് കൃഷികാര്യങ്ങളിൽ വളരെ ശ്രദ്ധാലുവായിരുന്നു. അച്ഛനെ സംബന്ധിച്ച് കാർഷിക രംഗത്ത് വളരെയധികം പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു. രാപകലില്ലാണ്ട് അച്ഛൻ അധ്വാനിക്കുകയും അതുപോലെ തന്നെ പ്രകൃതിയെ അച്ഛൻ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തെ അച്ഛൻ 25 വർഷം മുൻപിൽ കണ്ടുകൊണ്ട് അന്നത്തെ രീതിയിൽ മരങ്ങളെ സംരക്ഷിക്കാൻ എല്ലാവരോടും ആഹ്വാനം ചെയ്യുകയും അത് അച്ഛൻ പ്രാവർത്തികമാക്കുകയും ചെയ്തിരുന്നു. കാരണം പ്രകൃതിയെ അതിനു മാത്രം സ്നേഹിച്ച ഒരു വൈദികനായിരുന്നു അച്ഛൻ. ആയിരത്തി 1979 മാനന്തവാടി രൂപത ന്യൂമാൻസ് പാരലൽ കോളേജ് ഏറ്റെടുത്ത് നടത്താൻ തീരുമാനിച്ചത് അച്ഛൻ്റെ നിർദ്ദേശപ്രകാരമാണ്. അതിൻ്റെ അമരക്കാരനായി രൂപത നിയമിച്ചതും നെച്ചിക്കാട്ടച്ചനെ തന്നെയാണ്. തന്നിലെ സാഹിത്യകാരൻ ഒരു ഉയർന്ന വിദ്യാഭ്യാസ ചിന്തകൻ കൂടിയാണെന്ന് അച്ഛൻ തെളിയിച്ച സന്ദർഭമായിരുന്നു ഈ നിയമനം. ഫാദർ ജോസഫ് നെച്ചിക്കാട്ട് മാനന്തവാടി രൂപതയിലെ വൈദികർക്കെല്ലാം മാതൃകയും അതോടൊപ്പം തന്നെ മാനന്തവാടി രൂപതയുടെ വികസന പ്രവർത്തനങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരു വലിയ നല്ല പുരോഹിതനുമാണ്. മാനന്തവാടി ന്യൂമാൻസ് പാരലൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ന്യൂമാൻസ് കോളേജിൻ്റെ 11 വർഷക്കാലം പ്രിൻസിപ്പളായിരുന്ന അദ്ദേഹത്തിൻ്റെ ക്രാന്തദർശിത്വം അത് മാത്രമാണ് ഈ കോളേജിനെ വളർത്തിയിട്ടുള്ളത്. 1979 കാലം മുതൽ 11 വർഷത്തോളം പ്രിൻസിപ്പളായിരുന്ന അദ്ദേഹം ദീർഘവീക്ഷണം കണ്ടതുകൊണ്ടാണ് മാനന്തവാടിയിലെ ഒട്ടനവധി ഈ സ്ഥാപനങ്ങളിൽ നിന്ന് ജോലിക്കാരായിട്ടുള്ള ആളുകൾ ഉള്ളത്. കാരണം മറ്റേത് കോളേജുകളിൽ പഠിച്ച ആളുകളെക്കാൾ കൂടുതലായിട്ട് മാനന്തവാടി പ്രദേശത്ത് ജോലി ചെയ്യുന്ന സർക്കാർ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ആളുകളെല്ലാം ന്യൂമാൻസിൽ പഠിച്ചിട്ടുള്ള ആളുകളാണ്. അത് തീർച്ചയായിട്ടും അച്ഛൻ്റെ ദീർഘവീക്ഷണം കൊണ്ട് മാത്രം ഉണ്ടായിട്ടുള്ളതാണ്. ഇന്ന് കോളേജ് 1100ഓളം കുട്ടികളുള്ള കോളേജാണ്. ഈ കോളേജിൻ്റെ എല്ലാ വളർച്ചയ്ക്കും കാരണം തീർച്ചയായിട്ടും അച്ഛൻ തന്നെയാണ്. മാനന്തവാടിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഒട്ടേറെ കുട്ടികൾക്ക് ഈ പാരലൽ കോളേജ് അക്ഷരാർത്ഥത്തിൽ ഒരു അനുഗ്രഹം തന്നെയായിരുന്നു. കാരണം നെച്ചിക്കാട്ടച്ചൻ്റെ നേതൃത്വത്തിൽ കോളേജിൻ്റെ പ്രതിച്ഛായ അടിമുടി മാറിയിരുന്നു. പുതിയ കെട്ടിടങ്ങളും മറ്റും ഇതിന് ഉദാഹരണങ്ങളാണ്. ഒരു കാലത്ത് 10-20-30 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വിദ്യാഭ്യാസ സൗകര്യം വളരെ കുറവായിരുന്നു. വളരെ കുറച്ച് പേര് മാത്രമേ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. വളരെ വളരെ കുറവായിട്ട്. അത് തന്നെയുമല്ല, പഠിക്കാനുള്ള സൗകര്യം നമ്മുടെ ഈ മാനന്തവാടിയിൽ ഇല്ലായിരുന്നു. ഒരു റെഗുലർ കോളേജ് പോലും ഇവിടെ ഇല്ല. അങ്ങനെ ഇരുന്നപ്പോൾ അഭിമന്യ തൂങ്കുഴി പിതാവ് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി നമുക്കൊരു റെഗുലർ കോളേജ് സ്റ്റാർട്ട് ചെയ്താൽ എന്താണ് എന്ന് ചിന്തിച്ചു. അപ്പോൾ അന്ന് ആ കാലഘട്ടങ്ങളിൽ കോളേജുകളിൽ സമരമാണ്, ബഹളം, ഇൻക്ലാബ് സിന്ദാബാദ്, അങ്ങനെയുള്ള ഒരു വിപ്ലവകരമായ ആശയം ജനങ്ങളിൽ, വിശിഷ്യ വിദ്യാർത്ഥികളിൽ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങളങ്ങനെ ചിന്തിച്ചത്. അങ്ങനെ ചിന്തിച്ചപ്പോൾ അഭിമന്യ പിതാവിനോട് അച്ഛന്മാരെല്ലാവരും പറഞ്ഞു, പിതാവേ, ഇങ്ങനെ ഒരു തല്ലിപ്പൊളി ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ രൂപതയുടെ പൈസ മുടക്കി ഒരു കോളേജ് തുടങ്ങി വെറുതെ പിള്ളേരുടെ അടിയും ബഹളവും ഒക്കെ ആയിട്ട് ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ സ്ഥാപനത്തെ തള്ളിവിടേണ്ട ആവശ്യമില്ല. ആ കാലഘട്ടം അങ്ങനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിതാവ് അതിന് എതിർപ്പ് പറഞ്ഞില്ലെന്ന്, പിതാവിന് അനുകൂലമായിരുന്നു. ഒരിക്കലും ഒട്ടുമുക്കാലും അച്ഛന്മാർ, ഞാനും കല്ലുമാക്കര 2 അച്ഛന്മാരൊഴികെ ബാക്കി എല്ലാവരും വേണ്ട വേണ്ടെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് തൂങ്കുഴി പിതാവിൻ്റെ ഒരു സ്വഭാവം, അദ്ദേഹം
അച്ഛന്മാരുടെ അല്ലെ ഒരു സമൂഹത്തിൻ്റെ എതിർപ്പ് അല്ലെങ്കിൽ ഇഷ്ടക്കുറവ് സമ്പാദിച്ചുകൊണ്ട് ഒരു പ്രസ്ഥാനം നടത്താറില്ല. രൂപതയുടെ പൊതു നന്മയ്ക്ക്, അച്ഛന്മാരുടെ പൊതു നന്മയ്ക്ക്, ജനങ്ങളുടെ പൊതു നന്മയ്ക്ക് ഉപകരിക്കുക എന്തോ. കാരണം അത് നടത്തണമെങ്കിൽ, വിജയിപ്പിക്കണമെങ്കിൽ ജനങ്ങളുടെ സപ്പോർട്ട് വേണം. അതുകൊണ്ട് അച്ഛന്മാരുടെയും മറ്റും പൊതുജനാഭിപ്രായം ഇല്ലെന്ന് വരികിൽ വേണ്ട എന്ന നിലപാടാണ് പിതാവിനുണ്ടായിരുന്നത്. എന്ന് വരികിൽ ഇങ്ങനെയല്ല എതിർപ്പ് പറഞ്ഞതിന് ശേഷം അവസാനം അവർ തന്നെ പറഞ്ഞു, പിതാവേ ഞങ്ങളൊരു കാര്യം ചെയ്യുന്നു, ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് വരികിലും പിതാവിന് വിടുകയാണ്, പിതാവിൻ്റെ ഇഷ്ടത്തിന് വിടുകയാണ് ചെയ്ത്. നമുക്കൊരു കോളേജ് തുടങ്ങണമെന്ന് പിതാവിന് ആഗ്രഹമുണ്ട്, ചെയ്ത് ഒരു തടസ്സമില്ല, ഞങ്ങളതിന് എതിർപ്പ് നിൽക്കുകയൊന്നുമില്ല, ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പിതാവ് അത് കേട്ടു, ആയിക്കോട്ടെന്ന് പറഞ്ഞു. പക്ഷേ പിതാവ് തുടങ്ങിയില്ല. ഒരു റെഗുലർ കോളേജ് വേണ്ടെന്ന് വെച്ചു. അന്ന് റെഗുലർ കോളേജ് തുടങ്ങാൻ വേണ്ടിയായിരുന്നു ഈ സ്ഥലം വാങ്ങിയിരുന്നു. 25 ഏക്കർ സ്ഥലം വാങ്ങിയിരുന്നു മുൻകൂർ. ആദ്യം ആരോടും ചോദിക്കുക, 25 ഏക്കർ സ്ഥലം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ഒരു റെഗുലർ കോളേജ് 25 ഏക്കർ സ്ഥലം വേണം. അങ്ങനെ ഇരിക്കെ പിതാവ് എന്നോട് വിളിച്ച് പറഞ്ഞു, നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഒരു പാരൽ കോളേജ് തുടങ്ങാം. റെഗുലർ കോളേജിനുള്ള കാര്യങ്ങൾക്ക് ആർക്കും സമ്മതമില്ല. പാരൽ കോളേജ് എല്ലാവർക്കും സമ്മതം. കാരണം പാരൽ കോളേജ് ഡിസിപ്ലിൻ ഉണ്ട്, അത് കീപ്പപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് പാരൽ കോളേജ് തുടങ്ങാനുള്ള കാര്യത്തിൽ അച്ഛന്മാർക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല കൊണ്ട് അച്ഛൻ വന്നിട്ട് ചെയ്യണം. അന്ന് ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റാണ്, MA പാസ്സായ ആളാണ്. ചെയ്യണമെന്ന് പറഞ്ഞു. തവിഞ്ഞാലിൽ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു. കോളേജ് ശരിക്കും നടത്തണമെങ്കിൽ അതിനുള്ള സ്പേസ് വേണം, സൗകര്യം വേണം, കെട്ടിടം വേണം. അതുകൊണ്ട് വേറെ സ്ഥലത്ത് കെട്ടിടം പണിയാൻ തീരുമാനിച്ചു. ഇവിടെ 25 ഏക്കറിനകത്ത് പാരൽ കോളേജ് തുടങ്ങാൻ, ബാക്കിയോട് വിറ്റ് കളയാമെന്നതിൻ്റെ തീരുമാനം എടുത്ത് ഇവിടെ 25 ഏക്കർ സ്ഥലത്തിൽ ഇവിടെ ഈ ഭാഗത്ത് മണ്ണ് നിരത്തിയിട്ട്, അന്ന് മണ്ണ് നിരത്തുക, ഇവിടെ തൂക്കായിട്ടാണ് കിടന്നത്. ഇവിടെ മണ്ണെടുത്ത് നിരത്തി താഴെ കൊണ്ടിട്ടിട്ട് ഇവിടെ ഒരു നല്ലൊരു ഗ്രൗണ്ട് പോലെ ആക്കി കോളേജിന് ആദ്യമായിട്ട് അവിടെ സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിൽ എനിക്ക് എൻ്റെ ചാർജ് കൂടെ ഉണ്ട്. ഞാൻ ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടർ കൂടിയാണ്. അവിടെ ഉള്ള ഒരു പഴയ കെട്ടിടം പൊളിച്ച് ഇവിടെ ആദ്യം കൊണ്ട് വെച്ചു. അതാണ് ഈ പടിഞ്ഞാറ് വശത്ത് കാണുന്നത്. ആ പടിഞ്ഞാറ് വശത്തെ കെട്ടിടം ആദ്യമായിട്ട് തുടങ്ങി. വയനാടിൻ്റെ വിദ്യാഭ്യാസപരവും സാമൂഹികവും സാമ്പത്തികവുമായ പിന്നോക്കാവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി മാനന്തവാടി രൂപത പല നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ തുടക്കത്തിന് വഴിതെളിച്ചത്. 1979 വയനാട്ടിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് സൗകര്യങ്ങളില്ലാതെ വിദ്യാർത്ഥിനികൾ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ മാനന്തവാടി രൂപതയുടെ അന്നത്തെ ബിഷപ്പായിരുന്ന മാർ ജേക്കബ് തൂങ്കുഴി ഈ സ്ഥാപനം തുടങ്ങുകയും ബഹുമാനപ്പെട്ട നെച്ചിക്കാട്ടച്ചനെ ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പളായിട്ട് നിയമിക്കുകയും ചെയ്തു. അന്ന് മുതൽ ഇങ്ങോട്ടേക്ക് ഈ സ്ഥാപനം വയനാടിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ, വിദ്യാഭ്യാസ മേഖലയിൽ നിർണായകമായ പങ്ക് വഹിച്ചു വരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഹിസ്റ്ററിയിൽ 1ാം റാങ്ക് നേടുന്നതിനും, അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഈ 2015 പാസ് ഔട്ടായ വിദ്യാർത്ഥികളിൽ ഇംഗ്ലീഷിന് 6ാം റാങ്കും ഇക്കണോമിക്സിന് 10ാം റാങ്കും നേടാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ സ്ഥാപനത്തിൽ അച്ഛൻ പ്രിൻസിപ്പാളായി ജോലി ചെയ്യുന്ന സമയത്ത് പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഇന്ന് ഈ സ്ഥാപനത്തിൽ 25ഓളം അധ്യാപകർ, അതിൽ 5ഓളം വൈദികരും ഒരു സിസ്റ്ററും 3 നോൺ ടീച്ചിങ് സ്റ്റാഫും ജോലി ചെയ്യുന്നുണ്ട്. 1000-ലധികം വിദ്യാർത്ഥികൾ വിവിധ കോഴ്സുകളിലായി ഇവിടെ പഠിക്കുന്നുണ്ട്. അച്ഛൻ്റെ ദീർഘവീക്ഷണവും പരിശ്രമവും കരുതലും സ്നേഹവുമാണ് ഈ സ്ഥാപനത്തെ ഈ നിലയിൽ വളർത്തിക്കൊണ്ടുവന്നത് എന്ന് പറയുന്നതിന് എനിക്ക് അഭിമാനമുണ്ട്. 1979
ബഹുമാനപ്പെട്ട നെച്ചിക്കാട്ടച്ചൻ തവിഞ്ഞാൽ പള്ളി വികാരിയായിരുന്ന കാലത്ത് മാനന്തവാടി രൂപതാ ബിഷപ്പ്, അന്നത്തെ ബിഷപ്പായിരുന്ന തൂവൻകുഴി പിതാവ്, ഈ സ്ഥാപനം ബഹുമാനപ്പെട്ട ചെറിയാൻ സാറിൽ നിന്ന് ഏറ്റെടുക്കുകയും ഈ കോളേജിൻ്റെ പ്രഥമ പ്രിൻസിപ്പളായി ബഹുമാനപ്പെട്ട നെച്ചിക്കാട്ടച്ചനെ നിയമിക്കുകയും ചെയ്തു. നെച്ചിക്കാട്ടച്ചനാണ് തുടർച്ചയായി 5 വർഷം ഇവിടെ പ്രിൻസിപ്പളായിരിക്കുന്ന ആ കാലത്ത് ഇവിടുത്തെ 2 കെട്ടിടങ്ങൾ പണിതത്. ഈ 3 കെട്ടിടങ്ങളിൽ 2 കെട്ടിടവും 5 വർഷത്തിനുള്ളിൽ പണിയുകയും അദ്ദേഹം അതിനുശേഷം വിദേശത്തേക്ക് പോവുകയും ചെയ്തു. വീണ്ടും തിരിച്ചു വന്ന് 3 വർഷത്തിന് ശേഷം തിരിച്ചു വന്ന് വീണ്ടും 5 കൊല്ലം കൂടി അദ്ദേഹം പ്രിൻസിപ്പളായിരുന്നു. ആ കാലത്താണ് 3ാമത്തെ കെട്ടിടം പണിയുന്നത്. ഇന്ന് ഇരിക്കുന്ന കെട്ടിടങ്ങളിൽ ഓഫീസ് കെട്ടിടം ഒഴികെ ബാക്കിയുള്ള 3 കെട്ടിടങ്ങളും അദ്ദേഹത്തിൻ്റെ കാലത്ത് പണിതാണ്. സഭ തന്നെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷകളിൽ ഈ വൈദികൻ എന്നും വിശ്വസ്തനായിരുന്നു.